അസ്സലാമു അലൈക്കും. നമ്മള് നമസ്കാരത്തിൽ എപ്പോഴും ഓതുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, സൂറത്ത് ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത്. അപ്പോ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി, ഒരു ഫിലോസഫി വിദ്യാർത്ഥി എന്ന നിലക്ക് സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ തഫ്സീറിനെ കുറിച്ചോ ഒന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ഫിലോസഫി ഒക്കെ പഠിച്ച ഒരാൾ എന്ന നിലക്ക് അതിന്റെ ഏത് രൂപത്തിലാണ് അതിനെ ആസ്വദിച്ചിട്ടുള്ളത്, ഏത് രൂപത്തിലാണ് അതിനെ നോക്കി കണ്ടിട്ടുള്ളത്? പിന്നെ പൊതുവെ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോ ഖുർആന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ആദ്യം വായിച്ച ആ ഒരു വായന ആയിരിക്കില്ല നമ്മൾ കുറച്ചധികം നമ്മുടെ അറിവ് വികസിച്ച്, നമ്മുടെ ബുദ്ധി വികസിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വായന വികസിച്ച ആ ഒരു കാലത്തെ നമ്മുടെ ഖുർആൻ അനുഭവം ഉണ്ടാവുക. പിന്നെ ഉദാഹരണത്തിന് ഈ ഒരു ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് ആരംഭിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ഏകത്വത്തെ കുറിച്ചുള്ള വർത്തമാനമാണ്. സ്വാഭാവികമായിട്ടും ദൈവം ഏകനാണ് എന്നുള്ളൊരു വർത്തമാനത്തിൽ ഇപ്പോ എന്റെയൊക്കെ ഒരു അനുഭവം എന്ന് പറയുന്നത് ആദ്യത്തെ വായന എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതായത് ദൈവം ഏകനാണ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം നമ്മൾ ഇവിടെ ഉണ്ട്, ദൈവം ഉണ്ട്. അപ്പൊ ദൈവം ഒരിക്കലും ഒറ്റയ്ക്കല്ല, സംതിങ് എക്സിസ്റ്റ് അല്ലെ? അപ്പോ അങ്ങനെ ഒരു ആലോചന നമുക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ ഇപ്പോ കുറെ ദൈവങ്ങൾ ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതുപോലെ എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നുള്ള കേവലം നമ്പറുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചർച്ചയാണ്. അങ്ങനെ നമുക്ക് തോന്നാം പിന്നീടുള്ള കുറച്ച് സമയങ്ങളിൽ. പക്ഷെ വളരെ ഡീപ്പായിട്ട് ഫിലോസഫിക്കലായിട്ട്, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ അറിവ് വികസിക്കുന്നതനുസരിച്ചിട്ടാണ് ഈ വചനങ്ങൾ, അതായത് ഈ ഒന്നോ രണ്ടോ വചനങ്ങൾക്കകത്ത് തന്നെ എത്രമാത്രം ലോകത്തെ സംബന്ധിച്ചും ഈ യൂണിവേഴ്സിനെ സംബന്ധിച്ചും ഈ സമൂഹത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള വളരെ ആഴത്തിലുള്ള ആശയങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ അറിവ് വികസിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന വേറൊരു കൂട്ടം ആളുകളാണ് ഈ എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ പണ്ഡിതരായിരുന്നു, മതം വിട്ടു എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകൾ. അവരുടെയൊക്കെ ഒരു പ്രധാന പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രാരംഭ ഘട്ടത്തിന്റെ വിവരത്തിലായിരിക്കും. അതായത് ദൈവത്തിന്റെ ഏകത്വത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം ഉണ്ട്, നമ്മളുണ്ട്, അപ്പൊ ഇങ്ങനെ ദൈവം ഏകാകാന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ ഞാൻ ചിന്തിച്ച ചിന്തകളാണ്. അപ്പൊ ആ ഒരു ലെവലിൽ ചിന്തിക്കുകയും അതിൽ നിന്ന് വൈരുദ്ധ്യം കണ്ടെത്തുകയും ചെയ്യുന്ന അത്രമാത്രം ബുദ്ധിയില്ലായ്മയിൽ നിന്ന് ആളുകൾ മതം വിടുന്നതൊക്കെ ഈ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ്. അതേസമയം എന്താ പറയാ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത് നമ്മൾ ഈ വചനങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോ ദൈവം ഏകമാകുന്നു എന്ന് പറയുന്ന ആശയം അതിനകത്ത് ഫിസിക്സിന്റെ ഭാഷയിൽ നിന്ന് നമുക്ക് ആദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന ഒരു അസ്തിത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏകമായിരിക്കണം. അതൊരു അനിവാര്യതയാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേഷ്യൽ അല്ലാത്ത എല്ലാം ഏകമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വൃത്തങ്ങൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഉണ്ട് അല്ലെ? ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുക്ക്, ഇപ്പൊ ഒരു മൊബൈൽ എടുക്കുക, ഇതൊക്കെ എത്ര ഉണ്ടാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും ഉണ്ടാകാം. എന്നാൽ ഇതിനെയെല്ലാം പലതാക്കുന്നത് എന്താണ്? ഈ സ്പേസ് ടൈം ഡയമെൻഷൻ ആണ്. സമയവും സ്ഥലകാല ഡയമെൻഷനും ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം പലതാകുന്നത്. സ്ഥലം എന്നുള്ള ഒന്നുള്ളത് കൊണ്ടാണ് പലതാകുന്നത്. ഇപ്പൊ ഒരു അസ്തിത്വത്തിന് സ്ഥലം എന്നൊരു സ്പേസ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഇല്ലാതെ രണ്ടായിരിക്കാൻ കഴിയില്ല. അപ്പോൾ ടൈമും സ്പേസും ഇല്ലാത്ത ഒരു അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏകമായിരിക്കണം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ത്രികോണങ്ങൾ ഇൻഫിനിറ്റ് എണ്ണം ഉണ്ടാവുക സാധ്യമാണ്. ഈ യൂണിവേഴ്സിൽ എത്ര ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാം. എന്നാൽ ട്രയാങ്കുലാരിറ്റി എന്ന് പറയുന്ന ആ ആശയം എത്ര ഉണ്ടാവുള്ളൂ? ഒന്നേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആശയം ഏകമാണ്. ഇറ്റ്സെൽഫ് ആ ആശയം ഏകമാണ്. അത് സ്പേസിലേക്ക് വരുമ്പോഴാണ് അത് പലതാകുന്നത്. അപ്പോ സ്പേസ് ഇല്ലാതെ സമയമില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഈ സ്ഥലകാലങ്ങളെ സൃഷ്ടിച്ച ഒരു അസ്തിത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ സ്ഥലകാലങ്ങൾ എന്ന ആ കാഴ്ചപ്പാടിന് അപ്പുറത്ത് നിൽക്കുന്ന ഒന്നാകണം. ഈ സ്ഥലകാലങ്ങൾ എന്ന കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒന്ന് ഓഫ്കോഴ്സ് അത് ഏകമായിരിക്കണം. സ്പേസ് എന്ന ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിന് മാത്രമാണ് രണ്ടായിരിക്കാൻ കഴിയുള്ളൂ. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അസ്തിത്വത്തിന് മാത്രമാണ് രൂപം ഉണ്ടാവുക. അതായത് സ്പേസിനകത്ത് ഈ സ്പേസ് ടൈം ഡയമെൻഷൻസിനകത്ത് ജീവിക്കുന്ന നമ്മളുടെ ബുദ്ധിയാണ് രൂപം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. പടച്ചോന് സ്ഥലവും കാലവും ഇല്ല. ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് സ്ഥലവും കാലവും അള്ളാന്റെ സൃഷ്ടിയാണ്. നമ്മൾ അതിനകത്ത് ജീവിക്കുന്നു. മാത്രമല്ല, അതുകൊണ്ടാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന ദൈവസങ്കല്പങ്ങൾ എപ്പോഴും രൂപങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ എത്തീസത്തെ കുറിച്ച്, അതിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ഒക്കെ ഡിബേറ്റ്സ് കാണാം. ആ ഡിബേറ്റ്സിൽ, അതായത് ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന ചർച്ചകളാണ്, 2000 ആണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന ചർച്ചകളാണ്. ഈ ചർച്ചകളിൽ പോലും നമുക്ക് കാണാൻ കഴിയും ഈ
ഈ കാണുന്ന ഗോക്കൾക്ക് കയ്യും കാലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ആ സ്വഭാവത്തിലുള്ള ദൈവങ്ങളെ സൃഷ്ടിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് നിലനിന്നിരുന്ന പ്രാദേശിക ദൈവസങ്കല്പങ്ങളെ അന്നത്തെ തത്വചിന്തകർ വിമർശിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് അന്ന് ജീവിച്ചിരുന്ന ഫിലോസഫേഴ്സിന് പോലും നമ്മൾ നമ്മുടെ രൂപത്തിലും കോലത്തിലും ഉണ്ടാക്കുന്ന ദൈവങ്ങളെ സംബന്ധിച്ചുള്ള പരിമിതി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ പ്രശ്നം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനുഷ്യരുണ്ടാക്കുന്ന ദൈവങ്ങളിലാണ് രൂപങ്ങൾ ഉണ്ടാകുന്നത്, എണ്ണങ്ങൾ ഉണ്ടാകുന്നത്, 4, 5, 6, 3 ഒക്കെ എണ്ണങ്ങളിലേക്ക് പരിമിതപ്പെടുന്നത് ആ യുക്തിയുടെ ഭാഗമായിട്ടാണ്. അതേസമയം സ്പേസ് ഇല്ലാത്ത ഏതൊരു അസ്തിത്വവും ഏകമായിരിക്കണം. സ്പേസിനെ സൃഷ്ടിച്ച ഒരു അസ്തിത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏകമായിരിക്കുക എന്നുള്ളത് അനിവാര്യ. സ്ഥലകാലങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ട് പറയാം, എൻ്റർലി ഡിഫറെന്റ് ആയ മറ്റൊരു ടോപ്പിക് എനിക്ക് ഞാൻ ചോദിക്കാം. എന്താ വെച്ചാല് ഈ ഫ്രീ വില്ലിനെ കുറിച്ചുള്ള ചർച്ച ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ തോന്നും. എന്താ വെച്ചാല് സിംപ്ലി പടച്ചോൻക്കെല്ലാം അറിയില്ലേ, പിന്നെ എന്തിനാ പടച്ചോൻ പരീക്ഷിക്കുന്നത്? എങ്ങനെ അതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാ നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റുക ഒരു കൺവിൻസിങ് ആയ രൂപത്തില്? പടച്ചോൻ സ്ഥലകാലങ്ങൾക്ക് അകത്ത് ഇല്ലാത്ത മറ്റ് സ്ഥലകാലങ്ങൾക്ക് അപ്പുറത്താണ് അതിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ അത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുക? പിന്നെ ഇത് ശരിക്കും മനുഷ്യന്റെ അറിവുമായി പരീക്ഷണം എന്നുള്ള വിഷയമല്ല. എല്ലാം അറിയുന്ന അല്ലാഹു എന്തിന് പരീക്ഷിക്കുന്നു? അതെ, അതാണ് ചോദ്യം. അതിനകത്ത് ഈ സ്ഥലകാലങ്ങളെ കുറിച്ച് ഷാഹുൽ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. അത് കാലങ്ങളായിട്ട് മുസ്ലിം ലോകത്തോടും വിശ്വാസികളോടും അവിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ്. മുസ്ലിങ്ങൾക്ക് തന്നെ വിശ്വാസമുള്ള ആൾക്കാരുടെ ചോദ്യമാണ്. എന്താ വെച്ചാല് എല്ലാം പടച്ചവനെ അറിയില്ലേ, പിന്നെ എന്തിനാ പരീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ വിധിവിശ്വാസത്തെ കുറിച്ചുള്ള ഖദറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം അറിയാലോ. എന്താണ് പടച്ചവനെല്ലാം അറിഞ്ഞിട്ട് പരീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ സൃഷ്ടിക്കുമ്പോ തന്നെ പടച്ചവനെ അറിയില്ലേ എന്തായിത്തീരും എന്റെ ഡെസ്റ്റിനി എന്നുള്ളത്? അപ്പൊ അതിനെ എങ്ങനെയാണത് കൺവിൻസിങ് ആയ രൂപത്തിൽ അതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുക? പിന്നെ അതിന്റെ വിഷയം പറയുന്നപ്പോ നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ബലത്തെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് പിന്നെ സ്ഥലകാലങ്ങൾക്ക് അതീതമായതാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചറിയാം എന്നുള്ളതൊക്കെ വിഷയമാണ്. അതേസമയം ഒരു വ്യക്തി ചെയ്യാത്ത കർമ്മത്തിന്റെ പേരിൽ ആ വ്യക്തിയെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ശരിക്കും ഇത് എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് അവന്റെ സ്വഭാവം എന്താണോ, സ്വത്വം എന്താണോ, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ആക്ച്വലൈസ് ചെയ്ത് അവന് പ്രാവർത്തികമായി കാണിക്കാനുള്ള ഒരു ലോകം ഉണ്ടാകുന്നുണ്ട്. ആ ലോകത്ത് അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കും എന്തുണ്ടാവുക, അവന് സ്വർഗം ഉണ്ടാവുക, അവന് നരകം ഉണ്ടാവുക. ഇതൊരിക്കലും തന്നെ എന്തല്ല, അള്ളാഹുവിനെ അറിയുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തിയെ നേരിട്ട് പിന്നെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തിരഞ്ഞെടുക്കില്ല. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ അതെന്താവും, ഇൻജസ്റ്റിസ് ആകും. പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, നിയ്യത്തനുസരിച്ചാണ് കർമ്മങ്ങൾ ശരിയും തെറ്റുമാകുന്നത് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവരുടെ നിയ്യത്തനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നു. അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ തെറ്റും ശരിയും പരലോകവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ലോകം എന്ന് പറയുന്നത് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയുള്ളതാണ്. അതായത് അവരുടെ തിരഞ്ഞെടുപ്പുകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ തിരഞ്ഞെടുപ്പ് എന്താണോ, അവരുടെ സ്വത്വം എന്താണോ, സ്വഭാവം എന്താണോ, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം അവർക്ക് ഉണ്ടാവും. ഇവിടെ ഞാന് ഇതിന് എന്റേതായ ഒരു സരളമായൊരു മനസ്സിലാക്കൽ ഞാൻ ഷെയർ ചെയ്യട്ടെ. ഷാഹുൽ അതിന്റെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടില് 10 കുട്ടികളുണ്ട്. വീടിന്റെ ഉടമസ്ഥൻ, അവിടുത്തെ ഗാർഡിയൻ ആ 10 കുട്ടികളെയും കളിക്കാൻ വിട്ടു, രാവിലെ കളിക്കാൻ വിട്ടു. എന്നിട്ട് വൈകുന്നേരം കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പിതാവ് സപ്പോസ് എഴുതി വെച്ചു ഓരോ കുട്ടികളും എന്തൊക്കെ കളിക്കും, ഓരോ കുട്ടികളും എന്തൊക്കെ പറയും, ഓരോ കുട്ടികളും എന്തൊക്കെ തിന്നും, എന്തൊക്കെ ഇൻജസ്റ്റിസ് അവർ ചെയ്യും, എഴുതി വെച്ചു. അത് വളരെ അറിവിന്റെ വക, ഒരു സപ്പോസ് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ആണ് കേട്ടോ. ആ എഴുതി വെച്ചത് കൊണ്ട് അവര് ഇന്നത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അയാളുടെ അറിവിന്റെ ഒരു കാര്യം കൊണ്ട് അവർ മനസ്സിലാക്കലുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇന്ന കുട്ടികൾ ഇന്ന കളികൾ കളിക്കും, ഇന്ന കുട്ടികൾ ഇന്ന വീട്ടിൽ പോകും, ഇന്ന കുട്ടികൾ ഇന്ന ഭക്ഷണം കഴിക്കും. എഴുതി വെച്ചത് കൊണ്ടാണോ അത് ശരിക്കത് സംഭവിച്ചത്? അല്ല, എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ ഖദറിനെ കുറിച്ച്. എഴുതി വെച്ചത് ആള് അതിന് തെറ്റുകാരനാവോ? ഇല്ല, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. എവിടെ വെച്ചാ പോയി കളിച്ചോ, എവിടെ വെച്ചാ പോയി തിന്നോ, എവിടെ വെച്ചാ പോയി നിങ്ങള് വീട്ടിൽ പോയിക്കോ, കളിച്ചോ, ഭക്ഷണം കഴിച്ചോ, എന്ത് വേണം ചെയ്തോ, ഫുൾ ഫ്രീഡം കൊടുത്തു. ഇതത് അറിഞ്ഞു എന്നത് കൊണ്ട് ആ പിതാവ് കാരണമാണ് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഇത് മനുഷ്യന്റെ കേസില് മനുഷ്യന് ഇങ്ങനെ സംഭവ്യമല്ല, ഒരിക്കലും ഇമ്പോസിബിൾ ആണ്. പക്ഷെ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ മുന്നേ കൂട്ടി അറിയാത്ത ഒരു ദൈവം എന്ന് പറഞ്ഞാല് അത് കഴിവുകെട്ട ദൈവം എന്ന് പറയേണ്ടി വരും. ഞാൻ എവിടെ പോകും എന്ന് പടച്ചോനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഗോഡ് എന്താണ്, ഇംപെർഫെക്റ്റ് ആയ ഗോഡാണത്.
എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, നാളെ ഞാൻ പോകുമ്പോ വണ്ടിക്ക് പറ്റുമോ, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമോ പറ്റില്ലേ എന്ന് പടച്ചോന് അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവം ഇംപെർഫെക്റ്റ് ആണ്. അതെ പടച്ചതമ്പുരാനെ സംബന്ധിച്ചോളം പടച്ചതമ്പുരാന്റെ അറിവിന് സ്ഥലകാല, നേരത്തെ ഷാവുല് പറഞ്ഞ പോലെ സ്ഥലകാലങ്ങൾക്ക് അപ്പുറത്താണ് അള്ളാഹിന്റെ അറിവ്. അതെ. അപ്പോ അള്ളാഹുവിനെല്ലാം അറിയാം. പക്ഷെ അള്ളാഹു ആണ് ഇത് കംപ്ലീറ്റ്, ഇന്ന ഷാഹുൽ സ്വർഗം, മറ്റേ ആള് നരകം, ഇന്നാള് സ്വർഗം, ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചു എന്ന് പറഞ്ഞാൽ അത് മറ്റേ ജബ്രിയാക്കളെ വിശ്വാസമാണ്. അല്ല, ഇതിന് രണ്ട് എക്സ്ട്രീം ഉണ്ട് എന്നുള്ളതാണ് അല്ലെ, ഒന്ന് ജബ്രിയാക്കളും കദിരിയാക്കളും. അതായത് കംപ്ലീറ്റ് അള്ളാഹു കൊണ്ട് എഴുതി വെച്ചിട്ട് നമ്മളെ പാവ കളിപ്പിക്കുകയാണ്, കുരങ്ങ് കളിപ്പിക്കുക എന്നുള്ള വിശ്വാസം. അതാണ് ജബ്രിയാക്കളെ വിശ്വാസം. നമ്മളെ വെറുതെ പൊട്ടം കളിപ്പിക്കുകയാണ്. അള്ളാഹു ഫുള്ള് ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുക, ഓൻ നരകത്തിൽ, ഓന് ഞാൻ തന്നെ ചെയ്താലും ഓൻ നരകത്തിൽ, ഇവൻ സ്വർഗത്തിൽ, ഓൻ തെമ്മാടിയായി ജീവിച്ചാലും ഓൻ സ്വർഗത്തിൽ തന്നെ. ഇത് മനുഷ്യനൊരു ഫ്രീ വില്ലും ഇല്ല. മനുഷ്യൻ എന്താണ് കംപ്ലീറ്റ് അള്ളാഹു ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുക എന്നുള്ള ജബ്രിയാക്കളെ വിശ്വാസം. കദിരിയാക്കളെ വിശ്വാസം നേരെ തിരിച്ചായിരുന്നു. എന്ത് കംപ്ലീറ്റ് ഫ്രീഡം നമുക്കാണ്, നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം നമുക്കാണ്. അങ്ങനെയല്ലല്ലോ, മമായ തശാവുന ഇല്ല യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നമ്മൾ ഉദ്ദേശിക്കില്ല. അതിനകത്ത് വേറൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടല്ല ഞാനിത് ചെയ്തതെന്ന്. അപ്പോ അതിന്റെ മറുപടി എന്താ വെച്ചാല്, അള്ളാഹു വമാ തശാഊന ഇല്ലാ മാ ഷാ അല്ലാഹ് എന്നല്ല, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ല. അള്ളാഹു അത് പറഞ്ഞില്ലേ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കില്ല. നമ്മൾ കാര്യം ചെയ്യാൻ പുറപ്പെട്ടു, ഒരു തിന്മയാണ്, ആ തിന്മ നമ്മൾ ചെയ്യാൻ പുറപ്പെട്ട അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതെ അല്ലെ? അപ്പൊ ആ രൂപത്തിലല്ലേ നമ്മൾ ഫ്രീ വില്ലിനെ മനസ്സിലാക്കേണ്ടത്. അതെ, ഫ്രീ വില്ലിന് അങ്ങനെ ഒരു ഇതുണ്ട്. മാത്രമല്ല, ഇപ്പൊ ഫ്രീ വില്ലിനെ കുറിച്ചൊക്കെ ഇസ്ലാം സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റിയാണ്, സത്യസന്ധതയാണ്. കാരണം പിന്നെ ക്രിസ്ത്യാനിറ്റിനെ എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എല്ലാ ലോക വീക്ഷണങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം ഈ ഒരു പരിമിതി ഉണ്ട്, ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് എല്ലാ ആശയങ്ങളിലും ഇപ്പോ ദൈവമുള്ള ലോകവീക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ, സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ, ഡിറ്റർമിനിസം എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള റിസൾട്ട് ആണ്. അതായത് എല്ലാം ഉന്നിശ്ചിതം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിപ്പല്ലാതെ എന്തെങ്കിലും പ്രപഞ്ചത്തിനകത്ത് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സൃഷ്ടി അല്ലാത്ത കാര്യങ്ങൾ പ്രപഞ്ചത്തിനകത്ത് നടക്കുന്നു എന്ന് വരും. സർവശക്തനായ ദൈവത്തിന്റെ കഴിവിന്റെ പുറത്തുള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നു എന്ന് വരും. ഒരിക്കലും ദൈവത്തിന്റെ നിയന്ത്രണത്തിനും കഴിവിനും പുറത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള ഒരു ആശയം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആശയം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെതല്ലാത്ത സൃഷ്ടികളും ദൈവത്തിന്റെ കഴിവിന് പുറത്തുള്ള കാര്യങ്ങളും ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം എല്ലാത്തിന്റെയും സൃഷ്ടാവാണ് എന്ന് ആർഗ്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ദൈവം ചില കാര്യങ്ങളുടെ സൃഷ്ടാവുകയും ചില കാര്യങ്ങളുടെ സൃഷ്ടാവല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോ ഇത് ശരിക്കും ഒരു സർവശക്തനായ ഒരു ദൈവം എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഏറ്റവും യുക്തിപരമായ അനിവാര്യതയാണ് സകലതും അവനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കുക, സകലതും അവന്റെ സൃഷ്ടിയായിക്കൊണ്ട് മാത്രം സംഭവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഈ ചേകന്നൂരിസം പോലുള്ള, ഇപ്പൊ ചേകന്നൂരിന്റെ ഒക്കെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഞാൻ കേട്ടതിനകത്ത് അദ്ദേഹം വലിയ കോൺഫിഡൻസിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് പിന്നീടുണ്ടായിട്ടുള്ള ഹദീസ് ആശയക്കാരും മറ്റുമൊക്കെയാണ് ആറാമതായിട്ട് ഈമാൻ കാര്യങ്ങളിൽ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെ കതിറിലുള്ള വിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള, ഇന്ന് ഈ ഫിലോസഫേഴ്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫിലോസഫേഴ്സിന്റെ പോലും ബുദ്ധി ഇല്ലാതെയാണ് ചേകന്നൂരിനെ പോലുള്ള ആളുകൾ ആ വിവരക്കേട് പറയുന്നത്. കാരണം സകലത്തിന്റെയും സൃഷ്ടാവ് ഒരു ദൈവമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, തിന്മയുണ്ടാകുന്നതും നന്മയുണ്ടാകുന്നതും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നത് അതിന്റെ യുക്തിപരമായ അനിവാര്യതയാണ്. കാരണം അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പ്രപഞ്ചത്തിനകത്ത് സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സകലതും സ്വാഭാവികമായും അവന്റെ സൃഷ്ടിയായിട്ട്, അവന്റെ തിരഞ്ഞെടുപ്പായിട്ട് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോ ഇവിടെ എന്തുകൊണ്ട് ചേകന്നൂരിനെ പോലെ വലിയ ഈ മത നവോത്ഥാനമാണ് അല്ലെങ്കിൽ നവീകരണമാണെന്ന് പറഞ്ഞ് സ്വന്തം യുക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ വരുന്ന ആളുകൾ, അതിനുവേണ്ടി ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതേസമയം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇത് പറയുമ്പോൾ ആ പറയുന്ന പ്രവാചകൻ അറിയാം നന്മയും തിന്മയും ഈ കാണുന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും നന്മയും തിന്മയും അള്ളാഹുവിൽ ആശ്രിതമായിട്ടാണ് സംഭവിക്കുന്നത് എന്നൊരു വ്യക്തി സമ്മതിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് ഉൾക്കൊള്ളുന്നതിന് പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമാണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേവലം നന്മയെ മാത്രം ദൈവവുമായി ബന്ധപ്പെടുത്തി കണ്ടിരുന്ന ഒരു ലോകവീക്ഷണത്തിനകത്ത് സകലതും ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ച് പറയുന്നു. അതുപോലെ തന്നെ എല്ലാം ദൈവത്തിന്റെ വിധിയിൽ ഡിപ്പെൻഡഡ് ആണ് എന്ന് പറയുന്നു. എല്ലാം ദൈവത്തിന്റെ വിധിയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യം അവിടെ കിടക്കുന്നു പോലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചർച്ചകൾ പിന്നീട് ഉണ്ടാകും, ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറയുന്നത് എന്നുള്ളത് അവിടെ വളരെ ശ്രദ്ധേയമാണ്. കാരണം
പ്രവാചകനെ നമ്മളിപ്പോ ഒരു ഐഡിയോളജിയെ സംബന്ധിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് നമ്മൾ സത്യസന്ധത ഉൾക്കൊള്ളുന്നവരാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ലോജിക്കലായിട്ടുള്ള റിസൾട്ടുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയണം. പ്രവാചകൻ ഇത് റിയാലിറ്റി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളുന്നത് കോംപ്ലക്സ് ആയിട്ടും ആ ആശയത്തെ സംബന്ധിച്ച് പറയുന്നത്. അതല്ലെങ്കിൽ കേവലം പ്രവാചകന്റെ മാത്രം നിർമ്മിതിയായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രവാചകൻ ഈ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്താമായിരുന്നു. പ്രവാചകൻ വളരെ സത്യസന്ധതയോടുകൂടി ഈ കാര്യങ്ങളെ പറയുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇത് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനാലാണ് അയക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഇത് നിങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങൾ ഇതിനെ കൊണ്ട് തെറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യരുതെന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ കളയും. കാരണം അത് നമുക്കറിയാത്ത വിഷയങ്ങൾ കൂടി ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നുട്ടോ. നമുക്ക് പൂർണ്ണമായി അറിയാത്ത വിഷയങ്ങൾ കൂടി നമ്മളത് അന്ധമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാവുന്നത്. നമ്മൾക്കത് അറിയില്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ തെറ്റെന്ന് പറയാൻ കഴിയില്ലല്ലോ. നമുക്കത് മനസ്സിലായില്ല എന്നുള്ളത്, എനിക്കത് മനസ്സിലായില്ല. പക്ഷെ അള്ളാഹുവിന്റെ അസ്തിത്വം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ പ്രവാചകത്തെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പരിശുദ്ധ ഖുർആന്റെ ദിവ്യത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് മറ്റേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട്, എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ സംഗതി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് പ്രശ്നമുണ്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പോ എത്തിസ്റ്റുകൾക്ക് പോലും ഉള്ള ഒരു പ്രശ്നമാണ് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനൊരു തീരുമാനം എടുക്കുന്നു, അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നു? എല്ലാം ഈ കാണുന്ന ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ അവന്റെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ന്യൂറോണുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് അവന്റെ ഓരോ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവന്റെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമാണ് ഓരോ തീരുമാനങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന്റെ തിരഞ്ഞെടുപ്പല്ല ഈ കാണുന്ന ഭൗതികമായിട്ടുള്ള ന്യൂറോണുകളുടെയും ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റികളുടെയും സ്വഭാവം എന്താണോ അത് മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനെന്തില്ല, തിരഞ്ഞെടുപ്പില്ല, അതുപോലെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്ന് മാത്രമല്ല ഈ ഭൗതികമായിട്ടുള്ള ന്യൂറോണുകളുടെ സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിർമ്മിക്കുന്നതിനകത്ത് അവന്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അവന്റെ ജനിതകത്തിന്റെ സ്വാധീനം ഉണ്ടാവും, അവന്റെ മസ്തിഷ്കത്തിന്റെ ഘടനയുടെ സ്വാധീനം ഉണ്ടാകും. ഇതൊന്നും തന്നെ നിർമ്മിക്കുന്ന അവനല്ല, ഇതൊന്നും അവന്റെ സൃഷ്ടിപ്പോ അവന്റെ തിരഞ്ഞെടുപ്പോ ഒന്നുമല്ല. അപ്പൊ അവന്റെ തിരഞ്ഞെടുപ്പല്ലാത്ത മറ്റനേകം ഭൗതിക കാരണങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ജൈവികമായിട്ടുള്ള സ്വത്വത്തിന്റെ പ്രകൃതം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അവന്റെ ഓരോ തിരഞ്ഞെടുപ്പും അത് മാത്രമാണ്. ഇനി ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രപഞ്ചാരംഭത്തിൽ പ്രപഞ്ചം എങ്ങനെയായിരുന്നോ അതിന്റെ റിസൾട്ട് മാത്രമാണ് ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും അവന്റെ ഓരോ തിരഞ്ഞെടുപ്പും എല്ലാം തന്നെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തിരഞ്ഞെടുപ്പല്ല, പ്രപഞ്ചാരംഭത്തിന്റെ കണികകളുടെ സ്വഭാവം എന്തായിരുന്നോ അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു കാര്യം നിരീശ്വരവാദത്തിലും സംസാരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പൊ ദൈവം ഉണ്ട് എന്നുള്ള ലോകവീക്ഷണം അംഗീകരിച്ചു കഴിഞ്ഞാലും ദൈവം ഇല്ല എന്നുള്ള ലോകവീക്ഷണത്തിനെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാലും ഈ രണ്ടു കൂട്ടർക്കും ഡിറ്റർമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഇസ്ലാം ഇതിനെ വളരെ പരസ്യമായിക്കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റിയുടെ തെളിവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ചേർക്കേണ്ട മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യന്റെ ലിമിറ്റേഷനെ കുറിച്ചിട്ട്. നമ്മുടെ കണ്ണിന് പരിമിതിയുണ്ട്, നമ്മുടെ കാതിന്റെ 20 മുതൽ 20,000 മെഗാഹെർട്സ് അത് ഫ്രീക്വൻസി ഉള്ള സാധനം നമുക്ക് കാതിന് പരിമിതിയുള്ളൂ. നമുക്ക് ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് നമുക്ക് എന്നിട്ടല്ല നമ്മൾ പടച്ചവന്റെ കതിറിനെ കുറിച്ചൊക്കെ പറയാ. നമ്മുടെ ഓരോ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോന്നിനും 400 മുതൽ 700 നാനോമീറ്റർ ആ പരിധിയിലുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അൾട്രാ വയലറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, ഇൻഫ്രാറെഡ് കാണാൻ പറ്റില്ല. പക്ഷെ ദുനിയാവില് അതുണ്ട്, നമുക്കറിയാം. അതുപോലെ 20 മെഗാഹെർട്സിന്റെയും 20,000 മെഗാഹെർട്സിന്റെയും 20,000 മുകളിലുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറത്തുള്ള ഭയങ്കര അതിഭീകരമായ ഉൽക്കകളുടെയും അതിനകത്തുള്ള കൊളിഷൻസും കൊളാപ്ഷൻസും ഒക്കെ നമ്മൾ കേട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. 20ന്റെ താഴെയാണെങ്കിലോ നമ്മുടെ കട്ടിലിനടിയിലൂടെ ഒരു അരിച്ചു പോകുന്ന ഉറുമ്പിന്റെ ആ കാൽപാദത്തിന്റെ ശബ്ദം പോലും നമ്മുടെ ഉറക്കത്തെ അലോസരപ്പെടുത്തും. അപ്പൊ അത് നമ്മുടെ ഫൈൻ ട്യൂണിങ്ങിൽ വരുന്നൊരു സംഭവം കേട്ടോ. 20ന്റെ 20,000ന്റെ ഇടത്തിൽ അള്ളാഹു അത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പോലും പരിമിതി ഉണ്ട് എന്ന് അള്ളാഹു തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുക. പിന്നെങ്ങനെ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നോളജിനെ കുറിച്ചും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? അല്ലെ, ഒരു വിഷയമല്ല അത്. പിന്നെ നമുക്ക് സമദിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തോന്നുന്നു അല്ലെ. സമദ് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ്, നിരാശ്രിത. അതില് നമ്മൾ കുറച്ചുകൂടെ ഉണ്ട്, അത് നമുക്കറിയാം. അത് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ സമദിന്റെ വിഷയം ചർച്ച ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ.
സമത എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് എന്നുള്ളത്, അതായത് അള്ളാഹു നിരാശ്രയനാണ്. നിരാശ്രയനാണ് എന്ന് മാത്രമല്ല, അതിനകത്ത് നമ്മൾ പറയേണ്ട വിഷയം ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ എല്ലാം സൃഷ്ടിച്ച് പഠിച്ചോനെങ്കിൽ പഠിച്ചോനത് സൃഷ്ടിച്ചു എന്നുള്ളൊരു വിഷയം അതിനകത്ത് പറയാം. അള്ളാഹു ആണ് നിരാശ്രയൻ, അള്ളാഹു മാത്രമാണ് ലോകത്ത് നിരാശ്രയൻ. അപ്പോ എങ്ങനെയാണ് ഷാഹുൽ ആ വിഷയത്തിലെ ആൾക്കാർക്ക് മറുപടി കൊടുക്കാറ്? എല്ലാം ഉണ്ടാക്കിയത് പടച്ചോനെങ്കിൽ പടച്ചോനെ ആരുണ്ടാക്കി എന്നുള്ള $1 മില്യൺ ചോദ്യത്തെ ഏത് രൂപത്തിലാണ് നമ്മളൊക്കെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ ആ വിഷയത്തിൽ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര $1 മില്യൺ ചോദ്യമാണല്ലോ അത് പടച്ചോനെ, ഇത് ചോദിച്ചാൽ ഇസ്ലാം തീർന്നു, അല്ലെങ്കിൽ വിശ്വാസം ഇതോടുകൂടി തീരും എന്ന് നമ്മളൊക്കെ ഒന്ന് കരുതിയിരുന്നാണ്. പിന്നീട് പടച്ചോനെ അത് എന്തുമാത്രം വിഡ്ഢിച്ചോദ്യമായിരുന്നത് നമുക്കത് കൺവിൻസിംഗ് ആയ മറുപടി കിട്ടിയപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടുള്ളത്. അപ്പൊ ഏത് രൂപത്തിലാണ് നമ്മൾ അതിന് മറുപടി കൊടുക്കുക? സമതായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ല. സമത എന്ന് പറയുന്നത് സ്വയം നിലനിൽപ്പുള്ളതും മറ്റെല്ലാം അവനെ ആശ്രയിക്കുന്നതും എന്നാൽ അവൻ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു അസ്തിത്വത്തെ സംബന്ധിച്ചാണ് നമ്മൾ സമത എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ അസ്തിത്വങ്ങളെ നമ്മൾ സാധാരണയായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്വയം നിലനിൽപ്പില്ലാത്തത്. നമ്മൾ ഭൗതികമായിട്ട് ഏതൊരു അസ്തിത്വത്തെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കാറിനെ എടുത്തു കഴിഞ്ഞാൽ, ഈ മൊബൈലിനെ എടുത്തു കഴിഞ്ഞാൽ, ഈ വാച്ചിനെ എടുത്തു കഴിഞ്ഞാൽ, ഇതിനൊന്നും സ്വയമേ അസ്തിത്വം ഇല്ലാത്തതാണ്. അതെങ്ങനെ നമുക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പാർട്ടുകളുണ്ട്. ഈ പാർട്സ് എല്ലാം, ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് അതിന് അസ്തിത്വം ഉണ്ടാകുന്നത്. എന്ന് പറയുന്നത് പോലെ അതില്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പിന്നീട് അത് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള വാച്ചാണ് എന്നുണ്ടെങ്കിലും, ഈ കാണുന്ന ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായതാണ്, ഒരു പ്രത്യേകമായ ഭൗതിക ഘടന കാണിക്കുന്നതാണ്. അതിന് മറ്റൊരു ഭൗതിക സ്വഭാവത്തിലും ആകാമായിരുന്നു. ഈ കാണുന്ന മൊബൈലിനെ നമ്മൾ ഈ പാർട്സ് എല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിലും ആകാമായിരുന്നു. അതിനൊരു പ്രത്യേക സമയത്ത് ഒരു ഉൽപ്പത്തി ഉണ്ട്. എന്തുകൊണ്ട് ആ പ്രത്യേക സമയത്ത് ഉൽപ്പത്തി ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക കാരണം ആ സമയത്ത് സംഭവിച്ചത് കൊണ്ടാണ് അതിന് ആ സമയത്തുള്ള ഉൽപ്പത്തി ഉള്ളത്. ഇനി നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണിക്കുന്ന ഈ പറഞ്ഞ സ്വഭാവങ്ങളാണ്. അതിനൊരു പ്രത്യേക സമയത്ത് ഉൽപ്പത്തി ഉണ്ട്. നമുക്കറിയാം ബിഗ് ബാങ് എന്ന് പറയുന്നത് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം ഉണ്ടാകുന്ന ഒരു പ്രപഞ്ചത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി അത് ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ്. ഈ കാണുന്ന ഗാലക്സികളും മറ്റുമൊക്കെ അത് ഈ ഒരു സ്വഭാവത്തിൽ സംഭവിച്ചതാണ്. ഇത് മറ്റൊരു സ്വഭാവത്തിൽ സംഭവിക്കാമായിരുന്നു. ഗ്രാവിറ്റിയുടെ വാല്യൂ മറ്റൊരു രൂപത്തിലാകാമായിരുന്നു. ഈ കാണുന്ന സ്പേസിന്റെയും ടൈമിന്റെയും എല്ലാ സ്വഭാവം മറ്റൊരു രൂപത്തിലാകാമായിരുന്നു. അപ്പോ ഇങ്ങനെ തുടക്കമുള്ള ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുന്ന പാർട്സുകൾ കൊണ്ട്, ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് സ്വാഭാവികമായിട്ടും സ്വയം വിശദീകരിക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംവിധാനിക്കപ്പെട്ടു എന്നുള്ളതിന് ബാഹ്യമായിട്ടുള്ള വിശദീകരണം സ്വാഭാവികമായിട്ടും വേണ്ടി വരുന്നു. ഇനി നമ്മൾ വിചാരിക്കുക, ഇങ്ങനെ സ്വയം വിശദീകരണമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരു ലോകമുണ്ടാവും. അതായത് അവയിൽ ഏതും തന്നെ അത് എന്തുകൊണ്ട് അവ നിലനിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തരം നൽകുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യമാണ് വൈ ദർ ഈസ് സംതിങ് റേദർ ദൻ നത്തിങ്. ഒന്നുമില്ലായ്മയ്ക്ക് പകരം എന്തുകൊണ്ട് ഇവിടെ സംതിങ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം തേടാൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്വയം വിശദീകരണമില്ലാത്ത അസ്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവയിൽ ഏതും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ട് എന്തെങ്കിലും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിന് അവിടെ വിശദീകരണം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണമായ സ്വയം നിലനിൽപ്പുള്ള എന്തെങ്കിലും ആദ്യമേ ഉണ്ടായിരിക്കണം. സ്വയം നിലനിൽപ്പുള്ള ഒരു അസ്തിത്വത്തിനാൽ മാത്രമേ മറ്റു കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നെസസറി ആയ സ്വയം നിലനിൽപ്പുള്ള ഒരു അസ്തിത്വം ഉണ്ടായിരിക്കണം. അതിന്റെ സൃഷ്ടിപ്പായിരിക്കണം, തിരഞ്ഞെടുപ്പായിരിക്കണം പ്രപഞ്ചം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ നെസസറി എക്സിസ്റ്റൻസിന്റെ ഒരു നേച്ചറിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുണ്ട്. ഇപ്പോൾ 1+1 = 2 എന്ന് പറയുന്നത് അതൊരു നെസസറി ആയിട്ടുള്ള നിയമമാണ്. നെസസറി ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് അതിപ്പോ ഒരു 10 വർഷം മുമ്പ് അങ്ങനെ ഒരു നിയമം ഉണ്ടാകാമെന്ന് തീരുമാനിക്കപ്പെടുന്നതല്ല. അത് ഒരു 20 വർഷം മുമ്പ് അങ്ങനെ ഒരു നിയമം ഉണ്ടാകാമെന്ന് തീരുമാനിക്കപ്പെടുന്നതല്ല. അതേസമയം ഇപ്പൊ ഗ്രാവിറ്റിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റു പ്രകൃതി നിയമങ്ങളുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ആ സ്വഭാവത്തിൽ ഉണ്ടായി വന്നതാണ്. അപ്പോ അങ്ങനെയല്ലാതെ സ്വയമേ തന്നെ പിന്നെ നെസസറി ആയിട്ടുള്ള ഇത്തരം നിയമങ്ങൾ, ഗണിതശാസ്ത്ര നിയമങ്ങൾ, അതിന്റെയൊക്കെ ആ സ്വഭാവത്തിനാണ് നമ്മൾ നെസസറി നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വഭാവത്തിൽ എന്നെന്നും നിലനിന്നിരുന്ന, ഒന്നൊന്നും രണ്ടായിരിക്കുക എന്ന് പറയുന്ന നിയമത്തിന്റെ നിലനിൽപ്പ് പോലെ എന്നെന്നും നിലനിന്നിരുന്ന, എറ്റേണലായി നിലനിന്നിരുന്ന ഒരു അസ്തിത്വം സ്വാഭാവികമായിട്ടുണ്ടായിരിക്കണം. അപ്പൊ എറ്റേണലായി നിലനിന്നിരുന്ന ഒരു അസ്തിത്വം ഈ കാണുന്ന പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവമുണ്ട് എന്ന് വരുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ് പ്രപഞ്ചം എന്ന് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല എല്ലാം ദൈവം ഉണ്ടാക്കിയെങ്കിൽ പിന്നെ ദൈവത്തെ ആരുണ്ടാക്കി എന്ന് പറയുന്ന ചോദ്യം ശരിക്കും ഒന്നും ചേർന്നാൽ രണ്ടാകണം എന്നുള്ള നിയമത്തെ ആരുണ്ടാക്കി എന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മൾ ചില നിയമങ്ങൾക്ക് പിന്നെ ഇപ്പോ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സാമൂഹ്യ നിയമങ്ങൾക്ക് ചിലപ്പോ ഒരു സൃഷ്ടാവിന്റെ ആവശ്യം വേണ്ടി വരും. എന്നുള്ളത് കൊണ്ട് ഈ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സൃഷ്ടാവിന്റെ ആവശ്യം വേണ്ടി വരില്ല. പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണമെന്ന് പറയുന്നത് അത് കണ്ടിൻജന്റ് നേച്ചർ കാണിക്കുന്നതുകൊണ്ടാണ്, അതിന് സ്വയം നിലനിൽപ്പില്ല എന്നുള്ള സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ്. സ്വയം നിലനിൽപ്പില്ലാത്ത പ്രപഞ്ചത്തിന് വിശദീകരിക്കാൻ സ്വാഭാവികമായും സ്വയം നിലനിൽപ്പുള്ള ഒരു സൃഷ്ടാവിന്റെ ആവശ്യം അനിവാര്യമായിട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാത്ത, എന്നെന്നും നിലനിൽക്കുന്ന, എന്നാൽ ഒന്നിന്റെയും സഹായം ആവശ്യമില്ലാത്ത ഒരു ശക്തിയെ സങ്കല്പിക്കാതെ
ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഏറ്റവും അവസാനം എല്ലാത്തിന്റെയും ഉത്തരമായിട്ട് അവൻ ഉണ്ടാകണം. പടച്ചതമ്പുരാനെ സങ്കല്പിക്കാതെ ഈ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് എന്തുകൊണ്ട് സംഭവിച്ചു നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോ ലൈക്ക് ഷാഹുല് മുമ്പ് പറഞ്ഞതുപോലെ, ഇപ്പോ എനിക്കൊരു ഗ്ലാസ് വെള്ളം എന്താന്ന് പറഞ്ഞ ഷാഹുൽ വേറെ ആളോട് ചോദിക്കുന്നു, വേറെ ഇയാൾക്കൊരു ഗ്ലാസ് വെള്ളം, അപ്പൊ അയാൾ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം, അയാൾ വേറെ ആൾ ചോദിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം. എനിക്ക് ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് ദുനിയാവിൽ മരിക്കണവരെ വെള്ളം കിട്ടൂല അല്ലേ? അപ്പൊ ഇതിന് അവസാനം ഒരാൾ വെള്ളം കിട്ടണം, എന്നാലേ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഒന്നിന്റെ കോസായിട്ട് മറ്റത്, മറ്റേന്റെ കോസ് മറ്റത്, മറ്റേന്റെ കോസ് മറ്റത്, എല്ലാത്തിന്റെ അടിസ്ഥാനപരമായ കോസായിട്ട് അള്ളാഹു, ഒന്നിനെയും ആശ്രയിക്കാത്ത, ഒന്നിന്റെയും സഹായം ആവശ്യമില്ലാത്ത അള്ളാഹു, എല്ലാത്തിന്റെയും ശില്പിയായ, എല്ലാത്തിന്റെയും ശക്തിയായ ആ സ്രഷ്ടാവിന്റെ സങ്കല്പിക്കാതെ, ഇത് വളരെ സരളമായ അല്ലെ ലോജിക്കാണിത്, വളരെ ലളിതാണെന്ന് മനസ്സിലാക്കാൻ, വളരെ ഈസിയാണ്. ഇതിനേക്കാളും അത് അങ്ങനെ ഒന്ന് നിഷേധിച്ചാലാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് തകിടം മറിയുക. അങ്ങനെ ഒന്ന് നിഷേധിച്ചാൽ അവൻ എന്താ പറയാ, ഏറ്റവും വലിയ ബുദ്ധിശൂന്യൻ നമുക്ക് പറയാൻ കഴിയുള്ളൂ, ഏറ്റവും നന്ദി കെട്ടവൻ, ഏറ്റവും ബുദ്ധിശൂന്യൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ആളുകൾക്ക് ഇത് മനസ്സിലാകാത്തത് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതെ, എനിക്ക് ഇന്ന് കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള പിന്നെ ഈ അക്കാദമിക് നിലവാരത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന എത്തിസ്റ്റുകളൊന്നും ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്നുള്ള ചോദ്യം ചോദിക്കാറില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ധാരണയൊന്നും ഇല്ലാതെ ഈ LKG ലെവൽ നാസ്തികരാണ്. ഡോക്കിൻസ് പോലും അഗ്നോസ്റ്റിക് ആണല്ലോ. അതെ അതെ, there may not be God അങ്ങനത്തെ തരത്തിലുള്ള ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. I'm not certain എന്ന് പറയുന്നത് ഒരു സെർട്ടൈൻ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പുള്ളി സെർട്ടൈൻ അല്ല. ഇവിടുത്തെ രവിയെ പോലുള്ള മണ്ടന്മാരാണ് ഐ ആം ബ്ലഡി എത്തിസ്റ്റ് എന്ന് പറയുന്നത്. അത് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. അതെ, ഇവൻ ഈ റിച്ചർഡ് ഡോക്കിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു എഗ്രസീവ് എത്തിസ്റ്റ് ആണ്. അദ്ദേഹം പോലും ഒരു ക്വാളിഫൈഡ് എത്തിസ്റ്റ് അല്ല. എന്ന് പറയുന്നത് ഒരു അക്കാദമിക് നിലവാരത്തിൽ എന്തെങ്കിലും പേപ്പർ സബ്മിറ്റ് ചെയ്യുകയോ ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു ക്വാളിറ്റി ഉള്ള പിന്നെ എന്തെങ്കിലും സംവാദം നടത്തി ചെയ്ത ആളൊന്നും അല്ല പുള്ളി. പിന്നെ നമ്മൾ ഈ പോപ്പുലർ എത്തിസ്റ്റുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എത്തിസ്റ്റുകൾ എന്നൊക്കെ പറയാം. അതായത് ഈ ചവർ നിലവാരത്തിലുള്ള ആർഗ്യുമെന്റ്സുകളെ പ്രസന്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള നാസ്തികർ. അപ്പൊ അങ്ങനെയുള്ള നാസ്തികനായിരുന്നിട്ട് പോലും ആ ഡോക്കിൻസ് പോലും ശ്രദ്ധിക്കുന്നുണ്ട് ദർ ഈസ് നോ ഗോഡ്, സെർട്ടൈൻലി ദർ ഈസ് നോ ഗോഡ് എന്ന് പറയാതിരിക്കാൻ പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പേടിയുള്ളതുകൊണ്ടാണ്. കാരണം സെർട്ടൈൻ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? അതിന്റെ സെർട്ടൈൻ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നിങ്ങൾ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിയുള്ളത് കൊണ്ട് അദ്ദേഹം ഒന്ന് ദർ ഈസ് പ്രോബബ്ലി നോ ഗോഡ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ സെർട്ടൈൻലി നോ ഗോഡ് എന്ന് ഒരിക്കലും ഡോക്കിൻസ് പറയുന്നില്ല. അതേസമയം നമ്മുടെ അവിടെ എത്തുമ്പോൾ പിന്നെ പ്രോബബ്ലിയും അതെല്ലാം മാറ്റിയിട്ടാണ് ഇവിടെയുള്ള എത്തിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഉറപ്പാണ്, അവർക്ക് സംശയം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ അത് ഇവരുടെ ഒരു ബുദ്ധിയില്ലായ്മയും അതിന്റെ പരിമിതിയൊക്കെയാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സൂറത്ത് ഇഖ്ലാസിന്റെ ഒരു ആസ്വാദനം നൽകാൻ നമ്മൾ തുടങ്ങിയത് അല്ലെ? വേറെന്താണ് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്? ഇത് ഈ അധ്യായം വായിക്കുമ്പോ വേറെ എന്ത് ചിന്തകളാണ് ഷാഹുലിന് വന്നിട്ടുള്ളത്? അഹദ്, സമദ് എന്നുള്ള ഇനി അത് പറയാനുള്ള സമയം എന്താന്നുള്ള സമയം കുറവുണ്ട് അല്ലെ? ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? വലിയ വിഷയമായിരിക്കും. എന്താ വെച്ചാല് പടച്ചോനെ എന്തിന് സഫറിങ്സ് തന്നു? പ്രോബ്ലം ഓഫ് ഈവിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തിനാ സഫറിങ്സ് വരുന്നത്? കാരുണ്യവാനായ കരുണാനിധിയായ ദൈവം എന്തിനാ വെള്ളപ്പൊക്കത്തിൽ ആൾക്കാരെ കൊല്ലുന്നത്? പിന്നെ അതിനകത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലം ഓഫ് ഈവിൽ എന്ന് പറയുന്ന ഒരിക്കലും ദൈവത്തെ നിരാകരിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല. കാരണം ദൈവമുണ്ട്, അതുകൊണ്ട് ഇവിടെ സഫറിങ്സ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും തന്നെ ദൈവം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമല്ലേ കിണറ്റിൽ വീഴുന്ന. അങ്ങനെ കാരുണ്യവാനായ ദൈവം അതൊന്നും കാണുന്നില്ലേ? അതെ, ഇവര് വിചാരിക്കുന്നപ്പോ വിശക്കുമ്പോ ഓടി വന്ന് ചോറ് വാരി കൊടുക്കുകയും പിന്നെ കുട്ടികൾ വീഴുമ്പോൾ വന്ന് പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൂപ്പർമാന്റെ ലെവലിലേക്ക് ദൈവത്തെ ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഒരു പരിമിതിയാണ് ഒന്നാമതായിട്ട്. അത് രണ്ടാമത് ഒരിക്കലും തന്നെ ഈ പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഇവിൽ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ദൈവം സ്വാഭാവികമായിട്ടും സഫറിങ്സ് ഉള്ള, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ലോകത്തെ കൂടിയായിരിക്കും സൃഷ്ടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ബുദ്ധിമുട്ടുകളില്ല, സഫറിങ്സ് ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഗുഡോ ബാഡോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു കല്ലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പൂന്തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും ഒരു തീയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും അതിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് എന്നോ ബാഡെന്നോ തരംതിരിക്കാനായിട്ട് യാതൊന്നുമില്ല. അതേസമയം നമുക്ക് ചില കാര്യങ്ങൾ വാല്യൂ തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വാല്യൂ തോന്നുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ സഫറിങ് ആണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവൻ പിന്നെ എവല്യൂഷൻ പോലുള്ള ഐഡിയകളൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് കാഴ്ചയുണ്ടായി. എന്തുകൊണ്ട് നമുക്ക് കാഴ്ച ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ച ഇല്ലാതിരുന്ന അവസ്ഥയിൽ ജീവികൾ സഫർ ചെയ്യപ്പെട്ടു, ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എന്ന് മാത്രമല്ല കാഴ്ചയുള്ള ജീവിയാണ് എന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് കൂടുതൽ
ആഹാരം ലഭിക്കും, അതിന് കൂടുതൽ അതിജീവന യോഗ്യത ഉണ്ടാവും. അപ്പൊ ഈ അതിജീവന യോഗ്യത എന്ന് പറയുന്ന ഒന്ന്, ഈ കണ്ണുണ്ടാകുക എന്ന് പറയുന്നതിന് മൂല്യം ഉണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ അവിടെ ചില സഫറിങ്സ് ഉള്ളത് കൊണ്ടാണ്. അന്ധനായ ഒരാളെ കാണുമ്പോൾ നമുക്ക് കണ്ണിന്റെ വില മനസ്സിലാവും എന്ന് പറയുന്നത് പോലെ. അപ്പോ പിന്നെ ഇവിടെ സഫറിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ മീനിങ്ലെസ് ആയിട്ടുള്ള വേൾഡ് ആയിരിക്കും. അവിടെ ഒന്നും ലഭിക്കുന്നതിന് ഒരു വില ഉണ്ടാവില്ല. കാരണം എല്ലാം നോർമലാണ്. അവിടെ പിന്നെ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം നോർമൽ ആയിരിക്കും, എല്ലാം ഈക്വൽ ആയിരിക്കും. അവിടെ നമുക്ക് ചില കാര്യങ്ങളോട് വാല്യൂ തോന്നുന്നത് അത് കിട്ടാതിരിക്കുന്ന സമയത്ത് സഫറിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് സ്നേഹം കിട്ടാതിരിക്കുന്ന അവസ്ഥ സഫറിങ്സ് ആകുന്നത് കൊണ്ടാണ് സ്നേഹം കിട്ടുന്ന അവസ്ഥയോട് മൂല്യം ഉണ്ടാകുന്നത്. നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ ലഭിക്കുന്നതിൽ നമുക്ക് വാല്യൂ ഉണ്ടാകുന്നത്. അപ്പൊ മീനിങ്, ഒരു കാര്യത്തിന് അർത്ഥം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് അത് ലഭിക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടാകണം, ലഭിക്കാതിരിക്കുമ്പോൾ ദോഷം ഉണ്ടാകണം. ഒരു കോയിന്റെ രണ്ട് ഭാഗങ്ങൾ പോലെയാണ്. പിന്നെ നന്മ തിന്മ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സഫറിങ്സ് എന്ന് പറയുന്നത്, പ്ലഷർ എന്ന് പറയുന്നത്. നമുക്ക് പ്ലഷർ ഉണ്ടാകുന്ന ഒരു ലോകം, മീനിങ് ഫുൾ ആയിട്ടുള്ള പ്ലഷർ ഉണ്ടാകുന്ന ഒരു ലോകം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സഫറിങ്സ് ഉണ്ടാകേണ്ട ഒരു ലോകവും ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ എന്റേതായ ഒരു വീക്ഷണം കൂടെ പറയട്ടെ. അതിലേക്ക് തന്നെ എത്തുക, ഷാവല് പറഞ്ഞതിലേക്ക് തന്നെ എത്തുക എന്ന് വെച്ചാല്, പടച്ചോൻ നമുക്കൊരു ഡീല് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു ടെസ്റ്റ്, ആ ടെസ്റ്റുകൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. നബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജോയ് എന്ന് പറഞ്ഞില്ലേ. ഏതെങ്കിലും തരത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ടെസ്റ്റുകൾ വരും. ടെസ്റ്റുകൾ ചിലപ്പോ ഈ രൂപത്തിൽ കുട്ടികൾ മരണപ്പെടുന്ന രൂപത്തിലാവാം, നമുക്ക് രോഗം വരുന്ന രൂപത്തിലാവാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാകാം, സുനാമി ആവാം, എന്തെങ്കിലും രൂപത്തിൽ എല്ലാവർക്കും അത് അനുഭവിച്ചേ പറ്റൂ. അപ്പൊ അള്ളാഹുവിന്റെ ഇടയിൽ ഇത്രയാണ്, ടെസ്റ്റ് വരും, അതിന് പാസ് ചെയ്യും, നിനക്ക് സ്വർഗം തരാം. അള്ളാഹുവിന്റെ ഇടയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോ ടെസ്റ്റ് വന്നു, അത് നല്ല രൂപത്തിൽ നമ്മളത് അഭിമുഖീകരിച്ചാൽ നമുക്കുള്ളത് സ്വർഗമാണ്. അപ്പോ ആ ഒരു ആസ്പെക്ട് കൂടി, ദീനിയായ ഒരു ആസ്പെക്ട് കൂടെ കണ്ടാല്, അപ്പൊ സഫറിങ്സ് ജീവിതത്തിൽ വന്നാലാണ് അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നത്. അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിന്റെ ഒരു മെത്തഡോളജിയാണ് മനുഷ്യനെ മരണാനന്തര ജീവിതത്തിൽ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ചെറിയൊരു ഒരാളുടെ പറയും, നിനക്ക് നിന്റെ വിരൽ തുമ്പിൽ ചെറിയൊരു സൂചിയുടെ ഒരു കുത്തും, ആ കുത്ത് നീ സഹിച്ചാൽ എന്ത് ചെയ്യാ, അതിമനോഹരമായ കൊട്ടാരവും വലിയ തോട്ടങ്ങളും വലിയ വാഹനങ്ങളും ഭക്ഷണവും എല്ലാം നിനക്ക് തരാം, കുത്തട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ കുത്തിക്കോന്ന് പറയും. അപ്പൊ അത്രയേ ഉള്ളൂ ഈ ദുനിയാവിലെ ടെസ്റ്റുകൾ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പറയാം, യൗമന്നോ ബാളയും, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാൽ ദിവസം അത്ര ഞാൻ ജീവിച്ചിട്ടുള്ളൂ. നമ്മളെ സ്ട്രഗ്ലിങ്സ്, നമ്മളെ സഫറിങ്സ് ഒക്കെ എന്താണ്, ആ ഒരു ചെറിയ ഒരു സെക്കൻഡിന്റെ സ്ട്രഗ്ലിങ്സ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോ അള്ളാഹുവിന്റെ ഇടയിൽ ഇത്രയേ ഉള്ളൂ, ആ ഒരു ചെറിയ സൂചി കുത്തുന്ന വേദന നീ സഹിച്ചോ, നിനക്ക് എന്ത് ചെയ്യാം, കൊട്ടാരം തരാം നിനക്ക്. അത് അള്ളാഹു ആണ് പറയുന്നത്, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് പറയുന്നതാണ്, ഈ സ്ട്രഗിൾ നീ നല്ല സക്സസ്ഫുൾ ആയിട്ട് പാസ്സായാൽ എന്ത് ചെയ്യാം. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട സ്ട്രഗിള് വെള്ളപ്പൊക്കത്തിലുള്ള ആൾക്ക് മാത്രമേ സ്ട്രഗിൾ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ സ്ട്രഗിള് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് അഭിമുഖീകരിക്കേണ്ടി വരും. അതെ. അപ്പോ ആ രൂപത്തിലാണ് നമ്മളൊക്കെ അതിൽ കാണേണ്ടത് എനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? അതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം അല്ലെ. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണോ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണോ, അതോ സ്റ്റോപ്പ് ചെയ്യാം? ഇത് സ്റ്റോപ്പ് ചെയ്യാം, നാളെ ഒരു വിഷയം എടുക്കാം. ഇൻഷാ അല്ലാഹ്. നമ്മള് ഫൈൻ ട്യൂണിങ് നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.